ഇ സി ജിയുടെ ഡയഗ്രം ഇല്ലാതെ എന്ത് എക്സാം അല്ലേ? അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ് ഈ ഒരു ഡയഗ്രം. അപ്പോൾ അവരോട് നമ്മളിപ്പോൾ ചോദിച്ചിട്ടുള്ളത് ആകെ ടി വേവ് മാത്രമാണ്. അപ്പോൾ ടി വേവ് മാത്രം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ്, റീപോളറൈസേഷൻ ആണ് അല്ലേ? റീപോളറൈസേഷൻ ഓഫ് വെൻട്രിക്കിൾ ആണ്. അപ്പോൾ സാധാരണ ഇത് മൂന്നും ചോദിക്കാറുള്ളതാണ്. പി ചോദിച്ചു കഴിഞ്ഞാൽ ഡീപോളറൈസേഷൻ ഓഫ് ഏട്രിയ, QRS ചോദിച്ചു കഴിഞ്ഞാൽ ഡീപോളറൈസേഷൻ ഓഫ് വെൻട്രിക്കിൾ. ഓക്കെ, ഇനി ഹൗ ക്യാൻ വൺ ഡിറ്റർമൈൻ ദ ഹാർട്ട് ബീറ്റ് റേറ്റ് ഓഫ് എൻ ഇൻഡിവിജ്വൽ യൂസിങ് ഇലക്ട്രോ കാർഡിയോഗ്രാം? അപ്പോൾ ഈ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനെയാണ് നമ്മൾ ഇലക്ട്രോ കാർഡിയോഗ്രാം എന്ന് പറയാം അല്ലേ? അപ്പോൾ ഇതിൻ്റെ സിഗ്നിഫിക്കൻ അല്ലെങ്കിൽ ഇതിൻ്റെ ഹാർട്ട് ബീറ്റ് റേറ്റ് എങ്ങനെ കണ്ടുപിടിക്കുക? QRS കോംപ്ലക്സ് കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹാർട്ട് ബീറ്റ് റേറ്റ് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് കൂടിയാണിത്. രണ്ടാമത്തെ ഒരു സിഗ്നിഫിക്കൻസ്, ഈ കാവിൽ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ പോസിബിൾ ഹാർട്ട് ഡിസീസസ് ആണ് കാണിക്കുന്നത്. പിന്നെ നമ്മളോട് ECG എക്സ്പാൻഡ് ചെയ്യാനും ചോദിക്കാറുണ്ട്. ഇലക്ട്രോ കാർഡിയോഗ്രാം ആണ്. ഓക്കെ, മെഷീൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലാണ് ഇലക്ട്രോ കാർഡിയോഗ്രാഫ് എഴുതേണ്ടത്, തിരിഞ്ഞു പോവാതിരിക്കാം. ഓക്കെ.